ഹായ് പ്രിയമുള്ളവരെ, നമസ്കാരം. ഞാനിന്ന് എത്തിയിരിക്കുന്നത് പാടിയോട്ടുചാല് ടൗണിലാണ്. ഇവിടെ ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്, അവരെയൊക്കെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മൾ അവതരിപ്പിക്കുന്നത് A1 ചാനൽ അവതരിപ്പിക്കുന്ന സെഡ് മൊബൈൽ ഒരു ചോദ്യം ഒരു ഉത്തരം. കൈ നിറയെ സമ്മാനങ്ങളുമായി നിങ്ങളെ കാത്തിരിക്കുന്നു. നമുക്ക് തുടങ്ങാം അല്ലേ? പാടിയോട്ടുചാലിൽ ഒരുപാട് സുഹൃത്തുക്കളെ പരിചയപ്പെടാനുണ്ട്. ഓക്കെ, അവരോടൊരു ചോദ്യം ചോദിച്ചു നോക്കാം. സമ്മാനം അടിക്കാൻ നമുക്ക് നോക്കാം. ഓക്കെ, ഹലോ, നമസ്കാരം. നമസ്കാരം. കൈ കൂടെ ആദ്യം. എന്തൊരു മടി. ഇത് A1 ചാനൽ അവതരിപ്പിക്കുന്ന സെഡ് മൊബൈൽ ഒരു ചോദ്യം ഒരു ഉത്തരം. പേര് അഭിനന്ദ്. അഭിനന്ദ്. എന്ത് ചെയ്യുന്നു? അഭിനന്ദ്, ഞാനിപ്പോ ഡിഗ്രി. ശരൺകുമാർ. വിഷ്ണു. അക്ഷയ്. സൗരവ്. എല്ലാവരും പഠിക്കുന്നതല്ല? ഇവിടെ തന്നെയാ പഠിച്ചല്ലോ തന്നെ. അപ്പൊ ഇത് പിന്നെ നമ്മളെ A1 ചാനൽ അവതരിപ്പിക്കുന്ന സെഡ് മൊബൈൽ ഒരു ചോദ്യം ഒരു ഉത്തരം. അപ്പൊ കുസൃതി ചോദ്യമാണ്. അധികം ആലോചിക്കാനും സമയമില്ല. പെട്ടെന്ന് ചോദിക്കുക, പെട്ടെന്ന് ഉത്തരം പറയാൻ, സമ്മാനം വാങ്ങാൻ പോവുക, അത്രേ ഉള്ളൂ. നമ്മൾ പഠിക്കുമ്പോഴൊക്കെ ഒരുപാട് സമയത്തിന് ഭയങ്കര വിലയുള്ള അല്ലെ? സമയം വളരെ വിലപ്പെട്ടതാണ്, ഓരോ നിമിഷവും അല്ലെ? അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, സമയത്തെ മുറിച്ചാൽ എന്ത് കിട്ടുമെന്ന് അറിയാൻ പറ്റുമോ? സമയത്തെ മുറിച്ചാൽ അധികം ആലോചിക്കാൻ സമയമില്ല, എന്താ പറയാൻ പറ്റുമോ? സമയം വളരെ വിലപ്പെട്ടതാണ്. ക്ലൂ ഒന്നുമില്ല, ഇത് കുസൃതി ചോദ്യമല്ലേ? എന്താ പറയാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്ക്, ഒത്തു പിടിച്ചു നോക്ക്, പറയാൻ പറ്റുമോ? ഓക്കെ, കാണാം. നമ്മളെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല. ഇവിടെ നമ്മളെ ഓട്ടോ സുഹൃത്തുക്കള് കുറെ ചങ്ങായിമാരുണ്ട്, നമുക്ക് അവിടെ ഒന്ന് ചോദിച്ചു നോക്കാം. ഹലോ, നമസ്കാരം. ഇത് A1 ചാനൽ അവതരിപ്പിക്കുന്ന സെഡ് മൊബൈൽ ഒരു ചോദ്യം ഒരു ഉത്തരം എന്ന പ്രോഗ്രാമാണ്. എന്താ നിങ്ങളുടെ പേര്? ശ്രീജിത്ത്. ആ, ഇവിടെ വണ്ടി ഇവിടെ തന്നെ അല്ലേ? എങ്ങനെയുണ്ട്? ഓട്ടോ ഒക്കെ ഉണ്ടോ? ഓട്ടം കുറവന്നെ. നിങ്ങളുടെ പേര്? ഷാരോ. ഇവിടെ തന്നെ അല്ലേ? പേര്? എന്റെ പേര് സതീഷ്. അപ്പോ നമ്മുടെ സെഡ് മൊബൈൽ ഒരു ചോദ്യം ഒരു ഉത്തരം. ഇതൊരു കുസൃതി ചോദ്യമാണ്. സമ്മാനം, നല്ല അടിപൊളി സമ്മാനങ്ങളുണ്ട്. എന്റെ ചോദ്യം എന്താ? നമുക്ക് സമയം വളരെ വിലപ്പെട്ടതാണ് അല്ലെ? സമയം വളരെ വിലപ്പെട്ടതാണ്. പക്ഷെ എന്റെ ചോദ്യം എന്താന്ന് വെച്ചാല്, സമയത്തെ മുറിച്ചാൽ എന്ത് കിട്ടും? അത് ആലോചിക്കാൻ സമയമില്ല, പറയാൻ പറ്റുമോ? സമയത്ത്. നിങ്ങളുടെ പേരെന്താ? ഷൈജു. സമയം വളരെ വിലപ്പെട്ടതല്ലേ? ഓരോ നിമിഷവും. സമയത്തെ മുറിച്ചാൽ എന്ത് കിട്ടും? നിങ്ങളോട് ചോദിച്ചാണോ? പേര് പറഞ്ഞോ? പറഞ്ഞല്ലേ? ആ, ഹലോ. സമയത്തെ മുറിച്ചാൽ പകുതി കിട്ടും. സമയത്ത് അത് അല്ല, അതിന് ഒരു വേറെ സംഭവം ഉണ്ട്. അതാണ് കൃത്യമായിട്ട് ഉത്തരം പറയണം. സമയത്തെ മുറിച്ചാൽ പകുതി നമുക്കറിയാം, കുസൃതി ചോദ്യമാണ്. സമയത്തെ മുറിച്ചാൽ എന്ത് കിട്ടും? ബാക്കി സമയം കിട്ടും. ബാക്കി സമയം അല്ലല്ല, കുസൃതി ചോദ്യമാണ്. സമയം ശരിയല്ല, അതാ ഇപ്പൊ പ്രശ്നം. അപ്പൊ A1 ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ സെഡ് മൊബൈൽ നമ്മുടെ ചെറുപുഴയില്ല, നല്ല EMI ഉണ്ട്, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പൊ കാണാം. ഓക്കെ, ബൈ. അപ്പോ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല. നമുക്ക് രണ്ട് ചങ്ക് ബ്രോസ് ഉണ്ട്. ഹലോ, നമസ്കാരം. നമസ്കാരം. എന്താ പേര്? ആദിൽ ഷാ. എത്ര പഠിക്കുന്നു? 10ല്. സിയാൻ. എത്ര? 10. ഇത് നമ്മുടെ ചെറുപുഴ A1 ചാനൽ അവതരിപ്പിക്കുന്ന A1 ചാനൽ അവതരിപ്പിക്കുന്ന സെഡ് മൊബൈൽ ഒരു ചോദ്യം ഒരു ഉത്തരം പ്രോഗ്രാമാണ്. അപ്പൊ ഇതിന് സമ്മാനങ്ങൾ ഒരുപാട് കാത്തിരിക്കുന്നുണ്ട്. ചെറിയൊരു കുസൃതി ചോദ്യം, അതിന് ഉത്തരം പറഞ്ഞ സമ്മാനം വാങ്ങാൻ പോവാ. അപ്പൊ എന്റെ ചോദ്യം പെട്ടെന്ന് ആദ്യം ആലോചിക്കാൻ സമയമില്ല. എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, സമയം വളരെ വിലപ്പെട്ടത് അല്ലെ? സമയം ഓരോ നിമിഷവും. അപ്പോ സമയത്തെ മുറിച്ചാൽ എന്ത് കിട്ടും? നമ്മളെ കറക്റ്റ് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. സെഡ് മൊബൈലിന്റെ സമ്മാനം ഒരു ചോദ്യം ഒരു ഉത്തരം എന്ന പ്രോഗ്രാമിലെ ഫസ്റ്റ് വിന്നർ നമുക്ക് പാടിച്ചാൽ കിട്ടിയിരിക്കുകയാണ്. സമയത്തെ മുറിച്ചാൽ കിട്ടുന്ന എന്താണ്? ആദിൽ ഷാ ഫസ്റ്റ് സമ്മാനം അടിച്ചിരിക്കുകയാണ്. സമയത്തെ മുറിച്ചാൽ എന്ത് കിട്ടും? ടൈം പീസ്. ഓക്കെ, അപ്പൊ A1 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കാണണം, വീണ്ടും കാണുന്നുണ്ടല്ലോ. അപ്പൊ പ്രോഗ്രാം നാളെ വരും, കാണണം. കാണലുണ്ട് ഇവരെ പ്രേക്ഷകർ നമ്മുടെ. ഓക്കെ, പ്രിയമുള്ള പ്രേക്ഷകരെ, നമുക്ക് രണ്ട് സുഹൃത്തുക്കളെ കിട്ടിയിട്ട് ചോദ്യം ചോദിച്ചു നോക്കാം. ഒരു പുതിയ ചോദ്യം ചോദിച്ചു നോക്കാം. ഹലോ, എന്താ പേരെന്താ? ശ്രീനിവാസൻ. സ്ഥലം എവിടെയാ? സ്ഥലം നെടുഞ്ചാല്. അങ്ങോട്ട് പോകാൻ വേണ്ടിയിരിക്കുന്നു അല്ലേ? അങ്ങോട്ട് പോകും. നിങ്ങളെ പേരോ? മോഹനൻ. നെടുഞ്ചാലിനെ. ചെറുപുഴ. ഇത് നമ്മുടെ ചെറുപുഴ കേന്ദ്രീകരിച്ചുള്ള
A1 ന്യൂസ് അവതരിപ്പിക്കുന്ന സെഡ് മൊബൈൽ ഒരു ചോദ്യം ഒരു ഉത്തരം തന്നെ പ്രോഗ്രാമാണ്. അപ്പൊ എന്റെ ചോദ്യം എന്താന്ന് വെച്ചാല്, ഹിന്ദിക്കാർ പോക്കറ്റിലും മലയാളീസ് അടുപ്പിലും വെക്കുന്ന എന്താന്ന് പറയാൻ പറ്റുമോ? ഹിന്ദിക്കാർ എന്താ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഹിന്ദിക്കാര് അടുപ്പിലും ഹിന്ദിക്കാര് പോക്കറ്റിലും മലയാളികൾ അടുപ്പിലും വെക്കുന്ന സാധനം കലം. അപ്പൊ സമ്മാനം അടിച്ചിട്ടുണ്ട്. സമ്മാനം അടിച്ച പേര് എന്താ പറഞ്ഞ? മോഹനൻ. നമ്മുടെ മോഹനായിട്ട് സമ്മാനം അടിച്ചിട്ടുണ്ട്. അപ്പൊ A1 ചാനലിന്റെയും സെഡ് മൊബൈലിന്റെയും അഭിനന്ദനങ്ങൾ. ഓക്കെ മോഹനേട്ടാ. ചാനലിന്റെ പരിപാടിയാ. ചാനൽ. പ്രിയമുള്ളവരെ, നമ്മുടെ ചോദ്യം അടുത്ത പുതിയൊരു ചോദ്യമായിട്ട് നമ്മൾ അടുത്ത കുറച്ച് രണ്ടുപേരെ ഉണ്ട്. ഒരു അമ്മയും മോളും ഉണ്ട്. അവരോട് നമുക്ക് ചോദിച്ചു നോക്കാം. ഒരു ഉത്തരം പറഞ്ഞാൽ സമ്മാനം കൊടുത്തിട്ട് പോവാ അല്ലേ? ഓക്കെ. ഹലോ, നമസ്കാരം. എന്താ മോളെ പേര്? സജിത. 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 ഒച്ച പറയണേ. സജിത. സജിത. ഇവിടെ പഠിച്ചാണോ താമസം? ഇത് A1 ചാനൽ അവതരിപ്പിക്കുന്ന സെഡ് മൊബൈൽ ഒരു ചോദ്യം ഒരു ഉത്തരം തന്നെ പ്രോഗ്രാമാണ്. അപ്പോൾ ഉത്തരം പറഞ്ഞാൽ നല്ല സമ്മാനങ്ങൾ സെഡ് മൊബൈൽ നൽകുന്ന സമ്മാനമുണ്ട്. ചെറുപുഴയിലെ ഷോപ്പ് അറിയില്ലേ, തിരുമേനി റോഡിലുള്ള. അപ്പോ എന്റെ ചോദ്യം എന്ന് പറഞ്ഞാല്, പക്ഷികളൊക്കെ ഇഷ്ടമല്ലേ? അല്ലെ, പക്ഷികളെ ഇഷ്ടമല്ലേ? അപ്പൊ എന്റെ ചോദ്യം, ചിരിപ്പിക്കുന്ന ഒരു കിളി ഉണ്ട്, ഏതാന്ന് പറയാൻ പറ്റുമോ? ചിരിപ്പിക്കുന്ന കിളി അറിയില്ല. ഹലോ, ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ചിരിപ്പിക്കുന്ന കിളി നമ്മളെ സാബു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സെഡ് മൊബൈൽ നൽകുന്ന ഒരു മനോഹരമായ സമ്മാനം സാബുവിന് അടിച്ചിരിക്കുകയാണ്. അപ്പൊ കൺഗ്രാറ്റ്സ് സെഡ് മൊബൈൽ ചെറുപുഴ. അപ്പൊ ഷോപ്പിൽ വരിക, A1 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, കാണാം. ഹായ് പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ അടുത്തൊരു ചോദ്യം ഒരു പാടിയോട്ട് ചാല് പഴയ ബസ് സ്റ്റാൻഡിന്റെ അടുത്താണുള്ളത്. നമ്മുടെ 2-3 ചങ്ങായിമാരുടെ ഉണ്ട്. അവരോട് ചോദിച്ചു നോക്കാം. ഉത്തരം കിട്ടുമെന്ന് നോക്കാല്ലേ നമുക്ക്. ഒരു പുതിയൊരു ചോദ്യം ഉത്തരം. ഹലോ, നമസ്കാരം. എന്താ പേര്? അഭിജിത്ത്. ഫൈസൽ. ഹരിസ്. ഇത് നമ്മുടെ ചെറുപുഴ A1 ചാനൽ അവതരിപ്പിക്കുന്ന സെഡ് മൊബൈൽ ഒരു ചോദ്യം ഒരു ഉത്തരം, കുസൃതി ചോദ്യം. അപ്പോ എന്റെ ചോദ്യം എന്താന്ന് വെച്ചാല്, പിന്നെ വലിക്കുമ്പോ ചെറുതാന്ന് എന്താന്ന് അറിയാൻ പറ്റുമോ? സിഗരറ്റ്. സിഗരറ്റ്. ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അതന്നെ, കറക്റ്റാ. അപ്പോ വലിക്കുമ്പോൾ ചെറുതാകുന്നത്, പക്ഷെ ഒരിക്കലും പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പക്ഷെ വലിക്കുമ്പോൾ ചെറുതാകുന്നത് സിഗരറ്റ് അല്ലെങ്കിൽ ബേഡി. അപ്പൊ ഉത്തരം പറഞ്ഞാൽ എന്താ പേര്? അപ്പൊ അഭിജിത്ത്, നമ്മുടെ അഭിജിത്ത് വളരെ യാദൃശ്ചികമായിട്ടാണ് നല്ലൊരു സമ്മാനം കൊണ്ടുപോയതാലും. അല്ല, നിങ്ങൾക്ക് ഭാഗ്യമില്ല. സമ്മാനം കൊണ്ടുവരും ബസ്സിലെ. നിങ്ങൾ ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ആൾക്ക് സമ്മാനം കിട്ടിയിട്ടില്ല. അതെ, സമ്മാനം കൊടുത്തു. അപ്പൊ നമ്മുടെ ചെറുപുഴയുള്ള തിരുമേനി റോഡിലെ സെഡ് മൊബൈലിന്റെ സമ്മാനമാണ്. സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ അഭിനന്ദനങ്ങൾ. ഓക്കെ, കാണാം. പുതുമയുള്ള ചോദ്യങ്ങളെ വീണ്ടും കാണാം. അപ്പൊ ഓക്കെ, A1 ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സെഡ് മൊബൈൽ വരണം. ഓക്കെ. ചോദ്യം ചോദിക്കാൻ പോകുമ്പോ ആൾക്കാർ ഓടുക. എന്താ ചെയ്യാ? ഇത്ര പോലെയാണ് കുസൃതി ചോദ്യത്തിന്. നമുക്കിപ്പോ ആരെ കിട്ടുക? അനൂപേ, ആരെ കിട്ടും? ചോദ്യം ചോദിക്കുമ്പോ ആൾക്കാർ പേടിച്ചോടുക. എന്താ ചെയ്യാ? അടിപൊളിയല്ലേ? ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മുടെ സ്ഥാപനല്ലേ. അടുത്ത ആളിലേക്ക് A1 ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന സെഡ് മൊബൈൽ ഒരു ചോദ്യം ഒരു ഉത്തരം. അപ്പോ നമ്മളൊരു ചേട്ടനുണ്ട്, ചേട്ടനെ പരിചയപ്പെടാം. ചേട്ടൻ എന്താ പേര്? മോഹൻകുമാർ. മോഹൻകുമാർ. എന്താ വർക്ക് ചെയ്യുന്നത്? ബിൽഡിംഗ് വർക്ക്. അതെ. ശരിക്കും എവിടെയാ താമസം? എവിടെയാ? കുണ്ടന്തടം. പാടിച്ചാലിപ്പോ വന്നാണോ? ആവശ്യത്തിന് വന്നാണോ? നേരത്തെ വരെയുണ്ട്. ഇപ്പോഴും. പിന്നെ വീട്ടിലാരെ മക്കളൊക്കെ? 2 ആൺകുട്ടികൾ. അതല്ലേ. പഠിക്കോ? എത്ര നേരം പഠിച്ചിട്ടുണ്ട്? ഞാൻ 9ാം ക്ലാസ്. പഴയ 9ാം ക്ലാസ് വന്ന് ഇന്നത്തെ അപ്പൊ നല്ല നന്നായി വർക്കൊക്കെ ഉണ്ടോ?
കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു. ഇപ്പൊ പൊതുവെ കുറവല്ലേ. അതല്ലേ. അപ്പോൾ ഇത് നമ്മുടെ A1 ന്യൂസ് ചാനലിന്റെ സെറ്റ് മൊബൈൽ അവതരിപ്പിക്കുന്ന ഒരു ചോദ്യം ഒരു ഉത്തരം എന്നൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കാണണം. അതുപോലെ സെറ്റ് മൊബൈലിൽ പോകണം. സമ്മാനം കാത്തിരിക്കുന്നുണ്ട്. എന്നാൽ ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മൾ അധികം ആൾക്കാർക്കൊന്നും അറിയാത്തൊരു കാര്യമാണ്. എന്താന്ന് വെച്ചാല് മഹാത്മാഗാന്ധി നമുക്കറിയാമല്ലോ. ഗാന്ധിജി ഓടിച്ചിരുന്ന കാർ ഏതാണ്? ഗാന്ധിജി ഓടിച്ച കാർ അത് ആലോചിക്കുന്ന സമയത്തെ കുസൃതി ചോദ്യമാണ്. ഓക്കെ, പിന്നെ ശേഷം പരിപാടിക്ക് വന്ന വീടെല്ലാം കൊടുത്തിരുന്നു അല്ലെ? വീടല്ല രണ്ട് വീടിന്റെ പിന്നെ അതായത് മെൽക്കാണ് നമ്മുടെ ആശ്രയ പദ്ധതിയിൽ ഞങ്ങളായ വ്യാപാരികള് മരിച്ചു കഴിഞ്ഞാൽ. അപ്പൊ പ്രിയമുള്ള പാടിയോട്ടുചാൽ നിവാസികളെ, ഇത് അറിയാമായിരിക്കും, എല്ലാവർക്കും സുപരിചിതനാണ് നമ്മുടെ അപ്സര ജ്വല്ലറി, അറിയാമല്ലോ, ചെറുപുഴത്തെ. അപ്പൊ രവിയേട്ടൻ കൂടെ വന്നിരിക്കുന്ന നമ്മുടെ വ്യാപാരി സുഹൃത്തുക്കൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും മാതൃകയാക്കേണ്ടതാണ്. നമ്മളൊക്കെ പുറത്ത് ഓൺലൈനിലും മറ്റു ചാനലിലും കാണുന്ന പരസ്യങ്ങളിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ വാങ്ങുന്നുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ അങ്ങനെ വാങ്ങാതെ നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള വ്യാപാരി സുഹൃത്തുക്കളെ ഉണ്ടാവും എവിടെയും. ഈ ഓൺലൈനിൽ ഒരുപാട് ഇങ്ങനെ നമ്മൾ പല ഓൺലൈൻ വ്യാപാര കേന്ദ്രങ്ങൾ നമ്മൾ മൊബൈലിൽ ഒന്ന് സെർച്ച് ചെയ്ത് അന്നേരം ഓർഡർ ചെയ്ത് പിറ്റേ ദിവസം സാധനം വന്നു. പക്ഷെ നമ്മളെ പോലെയുള്ള സാധാരണക്കാരായ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി ഒരു കൈത്താങ്ങായി വരാൻ നമ്മുടെ നാട്ടിലെ വ്യാപാരികൾ മാത്രമേ ഉണ്ടാവൂ. ഇപ്പൊ തന്നെ ഈ വ്യാപാരികൾ ഇവിടെ പ്രോഗ്രാം സാർ നമ്മുടെ വയനാട് ജില്ലയിൽ തന്നെ ഒരു ഓൺലൈൻ വ്യാപാര കേന്ദ്രങ്ങളും വന്നിട്ടില്ല. നമ്മളെ വ്യാപാരി സുഹൃത്തുക്കളാണ് ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ ആ വയനാട്ടിലേക്ക് എത്തിച്ചത്. 5 ലക്ഷം വീതം ഓരോ കുടുംബത്തിനും കൊടുക്കുന്നുണ്ട്. 5 ലക്ഷം ഓരോ കുടുംബത്തിനും കൊടുക്കുന്നുണ്ട്. അതെ, നമ്മുടെ കേരളത്തിന്റെ അഭിമാനമാണത്. ഓരോ വ്യാപാരികളും തുച്ഛമായ അവരിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെയും അവരുടെ കയ്യിൽ നിന്നും ഇട്ട തുച്ഛമായ തുകകളിൽ അതുകൊണ്ട് 5 ലക്ഷം രൂപ വെച്ച് ഓരോ കുടുംബത്തിനും വയനാട് ദുരന്തത്തിന് കൊടുത്തിട്ടുണ്ട്. ഏത് ഓൺലൈൻ വ്യാപാരികളാണ് ഇതിന് വന്നിട്ടുള്ളത്? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോ നമ്മുടെ ഈ കുസൃതി ചോദ്യം മാത്രമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ഓരോ മനുഷ്യരും മനസ്സിലാക്കേണ്ടതാണ്. ഓരോ മനുഷ്യത്വമുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ രവിയേട്ട ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ഇനിയും ചെയ്യാൻ ഒരുപാട് നിങ്ങൾക്ക് സർവശക്തന്റെ എല്ലാ പ്രാർത്ഥനയും ഉണ്ടാവട്ടെ രവിയേട്ട. പിന്നെ നമ്മൾ കുസൃതി ചോദ്യം ഇറങ്ങി നമ്മുടെ ചെറുപുഴ A1 ന്യൂസ് ഇല്ലേ? A1 ന്യൂസിന്റെ സെറ്റ് മൊബൈൽ ഒരു ചോദ്യം ഒരു ഉത്തരം പ്രോഗ്രാമാണ്. അപ്പൊ നമ്മുടെ ചോദ്യം എന്താണെന്ന് വെച്ചാല്, സ്വാതന്ത്ര്യ സമരമൊക്കെ കേട്ട് നമ്മൾ എപ്പോഴും നമ്മൾ സ്മരിക്കും. ഇപ്പൊ ആഗസ്റ്റ് 15 കഴിഞ്ഞതേ ഉള്ളൂ. ഗാന്ധിജിയെ കുറിച്ച് നമുക്ക് അതിനേക്കാൾ പറയാം. ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവ്. പക്ഷെ രവിയേട്ടന് അറിയുമെന്നറിയില്ല, ഗാന്ധിജി ഓടിച്ചിരുന്നൊരു കാറുണ്ട്. എന്ത് കാറാണെന്നറിയാം? ഗാന്ധിജി ഓടിച്ച കാർ. ഹലോ, ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പേര്? രാജൻ. താമസം ഇവിടെ തന്നെയാണ്. താമസം രവിയേട്ടൻ അറിയാം അല്ലെ? രവിയേട്ടൻ അറിയാം. അപ്പോ ഏതായാലും നമ്മൾ ഉത്തരം പറഞ്ഞിരിക്കാണ്. ബുദ്ധിയുണ്ട് കേട്ടാ, അതാ തലക്ക് മുടി ഇത്ര പറഞ്ഞു. എനിക്ക് അന്ന് അതാ ചോദ്യം ചോദിക്കാതിരുന്നു, കാര്യം ഉത്തരം പറയുന്നറിയാം നിങ്ങൾ. അപ്പൊ ഗാന്ധിജി ഓടിച്ചിരുന്ന കാറ് ബ്രിട്ടീഷ് കാറ്. അപ്പൊ നമ്മുടെ സെറ്റ് മൊബൈലിന്റെ ഒരു മനോഹരമായ സമ്മാനം രാജേട്ടൻ, നമ്മളെ രാജേട്ടന് കൊടുക്കാം. സെറ്റ് മൊബൈലിന്റെ രാജേട്ടാ, കൺഗ്രാറ്റ്സ്. രവിയേട്ടാ, ഓക്കെ ഓക്കെ. അപ്പോ ബൈ ബൈ.